ഹായ്, എൻ്റെ പേര് റിജിൻ. വെൽക്കം ടു റേസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജൂലൈ 23 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ചെന്ന് ഡെഫിനറ്റ്ലി ആ വീഡിയോസ് കാണുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്കമിംഗ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് നോക്കുന്നത് ജൂലൈ 23 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ITUC ഇന്റർനാഷണൽ ട്രേഡ് യൂണിയൻ കൺഫെഡറേഷൻ ഇതിന്റെ റീസെന്റ് ഗ്ലോബൽ റൈറ്റ്സ് ഇൻഡെക്സ് 2020 എന്ന് പറഞ്ഞ റാങ്കിങ് വന്നു. ഈ ഒരു റാങ്കിങ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ വർക്ക് പ്ലേസിലുള്ള നമുക്ക് കിട്ടുന്ന റെസ്പെക്ട് അല്ലെങ്കിൽ വർക്കേഴ്സിന് കിട്ടുന്ന റെസ്പെക്ടിന്റെ ബേസിസിൽ അല്ലെങ്കിൽ ആ റൈറ്റിന്റെ ബേസിസിലാണ് ഈ ഒരു റാങ്കിങ് ചെയ്യുന്നത്. അപ്പൊ ഈ റാങ്കിങ്ങിന്റെ ബേസിസിൽ ഇപ്പം ലാസ്റ്റിൽ ഏറ്റവും വേഴ്സ്റ്റ് 10 കൺട്രീസിന്റെ ലിസ്റ്റിൽ 3 കൺട്രീസിനെ കൂടി ആഡ് ചെയ്തു. എന്ന് പറഞ്ഞാൽ മൊത്തം 144 കൺട്രീസിനെയാണ് റാങ്ക് ചെയ്തത്. അപ്പൊ ആ 144 കൺട്രീസിൽ വേൾഡ്സ് വേഴ്സ്റ്റ് കൺട്രീസ് ഫോർ വർക്കേഴ്സ് എന്നുള്ള ആ ഒരു 10 വേഴ്സ്റ്റ് കൺട്രീസ് ഫോർ വർക്കേഴ്സ് എന്നുള്ള ആ ലിസ്റ്റിൽ 3 കൺട്രീസിനെ കൂടി ആഡ് ചെയ്തു. അപ്പൊ ഏതൊക്കെയാണ് ആ 3 കൺട്രീസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആ 3 കൺട്രീസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ അതിൻ്റെ അകത്തുണ്ട്. ഇപ്പം ഇന്ത്യയും ഇപ്പം പുതുതായിട്ട് ആഡ് ചെയ്ത കൺട്രീസ് എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യ കൂടിയാണ്. ഇന്ത്യയും ഈജിപ്റ്റും ഹോണ്ടുറാസ് എന്ന് പറയുന്ന 3 കൺട്രീസ് ആണ് ആഡ് ചെയ്തത്. ഇന്ത്യ, ഈജിപ്റ്റ്, ഹോണ്ടുറാസ് എന്ന് പറയുന്ന 3 കൺട്രീസ് ആണ് ഇപ്പൊ ആഡ് ചെയ്തത്. അപ്പൊ ഇന്ത്യയും ഇപ്പം വേൾഡിലെ വേഴ്സ്റ്റ് 10 വർക്ക് പ്ലേസിലെ കാറ്റഗറിയിൽ ഒന്നാണ്. അപ്പൊ ഈ റാങ്കിങ് എന്ന് പറയുന്നത് ITUC ആണ് കൊണ്ടുവരുന്നത്. ഇന്റർനാഷണൽ ട്രേഡ് യൂണിയൻ കോൺഫെഡറേഷൻ ആണ് കൊണ്ടുവരുന്നത്. അതിന്റെ ഗ്ലോബൽ റൈറ്റ്സ് ഇൻഡെക്സ് 2020 എന്ന് പറയുന്ന അതിലാണ് ഈ റാങ്കിങ് വരുന്നത്. നെക്സ്റ്റ്, റീസെന്റ് നമ്മുടെ ഇന്ത്യ എമർജൻസി മെഡിക്കൽ സർവീസ് യൂണിറ്റ് ഏത് കൺട്രിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയുള്ള MOU ആണ് സൈൻ ചെയ്തത് ആ കൺട്രിയുമായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യ മാൽദീവ്സില് എമർജൻസി മെഡിക്കൽ സർവീസ് യൂണിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള MOU ആണ് സൈൻ ചെയ്തത്. മാൽദീവ്സിന്റെ ക്യാപിറ്റലായ മാലിയിലാണ് ഈ ഒരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ്, നമ്മുടെ പാകിസ്ഥാനും ചൈനയും കൂടി റീസെന്റ് ഒരു 700 മെഗാവാട്ട് ആസാദ് പട്ടാൻ ഹൈഡൽ പവർ പ്രൊജക്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു. പാകിസ്ഥാനും ചൈനയും കൂടിയാണ് ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നത്. 700 മെഗാവാട്ട് ആസാദ് പട്ടാൻ ഹൈഡൽ പവർ പ്രൊജക്ട്. അപ്പം ഏത് റിവറിലാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത്? അപ്പൊ ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നത് ജലം റിവറിലാണ് ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പം റിവർ ഇമ്പോർട്ടന്റ് ആണ്. ജലം റിവറിലാണ് ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്ന പ്ലേസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ പാക് ഒക്യുപ്പൈഡ് കശ്മീരിലാണ് ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പം ജലം റിവറിലാണ് ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നത്, പാകിസ്ഥാനും ചൈനയും കൂടി ചേർന്ന്. നെക്സ്റ്റ്, ഇന്ത്യാസ് ഫസ്റ്റ് നമ്പർലെസ് കാർഡ്. എന്താണ് അതിന്റെ പേര്? ഏത് കമ്പനിയാണ് അത് ലോഞ്ച് ചെയ്തത്? ആടെ കൂടെ ചേർന്നിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. അപ്പം ഇന്ത്യാസ് ഫസ്റ്റ് നമ്പർലെസ് കാർഡിന്റെ നെയിം എന്ന് പറയുന്നത് ഫാം കാർഡ് എന്നാണ് ആ കാർഡിന്റെ നെയിം എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യാസ് ഫസ്റ്റ് നമ്പർലെസ് കാർഡാണ് അതെന്ന് പറയുന്നത്. ഇത് ലോഞ്ച് ചെയ്തത് ഫാം പേ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ് ഈ ഒരു സംഭവം ലോഞ്ച് ചെയ്തത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫാം പേ, ഈ ഒരു ഫാം കാർഡ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് നമ്മുടെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു കാർഡ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCIയുടെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു കാർഡ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാം പേ എന്ന് പറയുന്നത് ആക്ച്വലി ഇന്ത്യാസ് ഫസ്റ്റ് നിയോ ബാങ്ക് ഫോർ ടീനേജേഴ്സ് കൂടിയാണ്. സോ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ആ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യാസ് ഫസ്റ്റ് നിയോ ബാങ്ക് ഫോർ ടീനേജേഴ്സ്. നിയോ ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു ഡിജിറ്റൽ ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ടെക്നിക്കൽ ഫേമിനെയാണ് ഈ ഒരു നിയോ ബാങ്ക് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആക്ച്വലി ബ്രാഞ്ചസ് കാണത്തില്ല, ഒറ്റൊരു ഇതേ കാണത്തുള്ളൂ. അത് ഡിജിറ്റൽ ബാങ്ക് ആയിരിക്കും ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഒരു ഫിൻടെക് ഫേം പോലാണ് ഈ ഒരു സംഭവം, ഫിനാൻഷ്യൽ ടെക് ഫേം പോലാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഡിജിറ്റൽ ബാങ്ക് ആണിത്. അപ്പൊ ഈ ഒരു കാർഡ് പേരൻസിന്റെ കൺസെന്റ് ഇല്ലാതെ ഇൻഡിപെൻഡന്റ്ലി ടീനേജേഴ്സിന് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഫാം പേ പറയുന്നത്. ഇപ്പം ഇന്ത്യാസ് ഫസ്റ്റ് നമ്പർലെസ് കാർഡിന്റെ നെയിം എന്ന് പറയുന്നത് ഫാം കാർഡ് എന്നാണ് കാർഡിന്റെ നെയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, 2019 നാഷണൽ അവാർഡ് ഓഫ് എക്സലൻസ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് റിസർച്ച് ഇൻ ഫോറസ്ട്രി. ഈ ഒരു അവാർഡ് കൊടുക്കുന്നത് ICFRA ആണ്. ICFRA എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. അവരാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. അപ്പം ആർക്കാണ് ഈ 2019 ഈ ഒരു അവാർഡ് ലഭിച്ചത്? 2019 നാഷണൽ അവാർഡ് ഓഫ് എക്സലൻസ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് റിസർച്ച് ഇൻ ഫോറസ്ട്രി.
ഈ ഒരു അവാർഡ് ലഭിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗിന്റെ സീനിയർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് കൂടിയായ കണ്ണൻ CS വാര്യറിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. കണ്ണൻ CS വാര്യറിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. 2019 നാഷണൽ അവാർഡ് ഓഫ് എക്സലൻസ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് റിസർച്ച് ഇൻ ഫോറസ്ട്രി. അപ്പം ഈ ഒരു ICFRA, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ, ഇതിന്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്ന് ചോദിക്കാം. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നേരത്തെ എക്സാംസിൽ, നമ്മുടെ SSCയുടെ എക്സാംസിൽ, ഇൻഫാക്ട് UPSCയിൽ വരെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് ദെഹ്റാദൂണിലാണ്. ദെഹ്റാദൂൺ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ദെഹ്റാദൂൺ ആണ്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ ചൈൽഡ് ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗ്രീറ്റ തുങ്ബർഗ്. അപ്പം ആൾക്കാണ് ആദ്യത്തെ ഫസ്റ്റ് എഡിഷൻ ഓഫ് ഗുൽബൻകിയൻ പ്രൈസ് ഓഫ് ഹ്യൂമാനിറ്റി ലഭിച്ചത്. അപ്പൊ ഈ ഗുൽബൻകിയൻ പ്രൈസ് ഓഫ് ഹ്യൂമാനിറ്റിന്റെ ഫസ്റ്റ് എഡിഷൻ ആയിരുന്നു ഇത്. അപ്പൊ ഈ ഒരു അവാർഡ് ഗ്രീറ്റയ്ക്ക് ലഭിക്കാൻ കാരണം എന്ന് പറയുന്നത്, ഗ്രീറ്റ ആക്ച്വലി നമ്മുടെ യങ് ജനറേഷനെ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന കോസസിന്റെ അഗെയിൻസ്റ്റ് മൊബിലൈസ് ചെയ്തതിനാണ് ഈ ഒരു അവാർഡ് ലഭിക്കാൻ കാരണം. അപ്പം ഫസ്റ്റ് എഡിഷൻ ഓഫ് ഗുൽബൻകിയൻ പ്രൈസ് ഫോർ ഹ്യൂമാനിറ്റി ലഭിച്ചത് ഗ്രീറ്റയ്ക്കാണ് ലഭിച്ചത്. ഗ്രീറ്റ തുങ്ബർഗിനാണ് ലഭിച്ചത്. നമുക്ക് വളരെ അറിയാവുന്ന ഒരു കോമൺ നെയിം ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഒരു ചൈൽഡ് ക്ലൈമറ്റ് ആക്ടിവിസ്റ്റ് ആണ് ആളെന്ന് പറയുന്നത്. അപ്പൊ ആൾക്ക് ഈ ഒരു അവാർഡിൽ ലഭിക്കുന്നത് ഏകദേശം 1 മില്യൺ യൂറോ ആണ്. 1 മില്യൺ യൂറോ എന്ന് പറയുമ്പോൾ $1.14 മില്യൺ വരും. അപ്പൊ ആ ഒരു എമൗണ്ട് നമ്മുടെ യുണൈറ്റഡ് നേഷന്റെ എൻവയോൺമെന്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിനെ ഡൊണേറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആൻഡ് ഗ്രീറ്റ ഇതിന് മുമ്പും ഇതേപോലെ തന്നെ ചെയ്തിട്ടുള്ളത്. ഗ്രീറ്റ ഇതിന് മുമ്പുള്ളയും ഹ്യൂമൻ ആക്ട്സ് അവാർഡിന്റെ ഓൾമോസ്റ്റ് $1 മില്യൺ യൂണിസെഫിന് ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. നെക്സ്റ്റ്, ഓക്കെ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആരാണ്? പുതുതായിട്ട് നമ്മുടെ CMD ആയിട്ട് ആരെയാണ് അപ്പോയിന്റ് ചെയ്തത്? അപ്പൊ നമ്മുടെ നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പുതിയ CMD ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് സുമിത് ദേബിനെയാണ് അപ്പോയിന്റ് ചെയ്തത്. അപ്പം ഈ ഒരു MMDCന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെലങ്കാനയിലാണ്. നെക്സ്റ്റ്, ഇന്ത്യാസ് റിച്ചസ്റ്റ് വുമൺ ആരാണ്? ഇന്ത്യാസ് റിച്ചസ്റ്റ് വുമൺ എന്ന് പറയുന്നത് റോഷ്നി നാടാർ മൽഹോത്രയാണ്. ഇന്ത്യാസ് റിച്ചസ്റ്റ് വുമൺ എന്ന് പറയുന്നത് ഇപ്പൊ ആളെ നമ്മളുടെ HCL ടെക്നോളജീസിന്റെ ചെയർപേഴ്സൺ ആയിട്ട് റീസെന്റ് അപ്പോയിന്റ് ചെയ്തു. ഇപ്പൊ ഈ റോഷ്നി നാടാർ മൽഹോത്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളുടെ ഒരു നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 36,800 crores ആണ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫോർബ്സിന്റെ ദ വേൾഡ് ടോപ്പ് 100 റിച്ചസ്റ്റ് വുമൺസ് ലിസ്റ്റിൽ ആളുടെ പേരുണ്ട്. ആളുടെ പേര് 2017, 2018, 2019 3 വർഷവും ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, ഓക്കെ, വേൾഡ്സ് മോസ്റ്റ് ലൈറ്റസ്റ്റ് ഡ്രോൺ ഏത് ഓർഗനൈസേഷൻ ആണ് ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് കൺട്രിയാണ് ഡെവലപ്പ് ചെയ്തത്? ആൻഡ് എന്താണ് ആ ലൈറ്റസ്റ്റ് ഡ്രോണിന്റെ നെയിം എന്ന് പറയുന്നത്? അപ്പം വേൾഡ് മോസ്റ്റ് ലൈറ്റസ്റ്റ് ഡ്രോണിന്റെ നെയിം എന്ന് പറയുന്നത് ഭാരത് എന്നാണ്. സോ നമ്മുടെ ഇന്ത്യ തന്നെയാണ് അത് ഡെവലപ്പ് ചെയ്തത്. നമ്മുടെ ഇന്ത്യയുടെ DRDO ആണ് ആ സംഭവം ഡെവലപ്പ് ചെയ്തത്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. അപ്പം DRDOന്റെ അണ്ടറിലുള്ള ടെർമിനൽ ബാലിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് ലബോറട്ടറി ആണ് ഈ ഒരു സംഭവം റീസെന്റ് ഡെവലപ്പ് ചെയ്തത്. അപ്പം DRDO ഈ സംഭവം നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇന്ത്യൻ ആർമി ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ചൈനയുടെ ബോർഡറിന്റെ മോണിറ്ററിംഗ് സർവൈലൻസിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പം വേൾഡ്സ് മോസ്റ്റ് ലൈറ്റസ്റ്റ് സർവൈലൻസ് ഡ്രോണിന്റെ നെയിം എന്ന് പറയുന്നത് ഭാരത് എന്നാണ്. ഡെവലപ്പ് ചെയ്തത് നമ്മുടെ ഇന്ത്യയിലെ DRDO ആണ് ഡെവലപ്പ് ചെയ്തത്. ആൻഡ് DRDOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്കറിയാം ന്യൂഡൽഹിയിലാണ്. നെക്സ്റ്റ്, ഓക്കെ, ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് കറന്റ് അഫയേഴ്സ് ആൻഡ് ഫാക്ച്വൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. എർത്ത് ഹവർ 2020 ഈ ഒരു സംഭവം ഈ വർഷം ഏത് ഡേറ്റിലാണ് ഒബ്സർവ് ചെയ്തത് നമ്മൾ? ഇപ്പം നമ്മൾ എർത്ത് ഹവർ 2020 ഈ വർഷം ഒബ്സർവ് ചെയ്തത് മാർച്ച് 28 ഒബ്സർവ് ചെയ്തത്. ഈ ഒരു സംഭവം യൂഷ്വലി ഒബ്സർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എർത്ത് ഹവർ ഒബ്സർവ് ചെയ്യുന്നത് എല്ലാ മാർച്ചിന്റെയും ലാസ്റ്റ് സാറ്റർഡേയിലാണ് നമ്മൾ ഈ എർത്ത് ഹവർ ഒബ്സർവ് ചെയ്യുന്നത്. എല്ലാ മാർച്ചിന്റെ ലാസ്റ്റ് സാറ്റർഡേ ആണ് നമ്മൾ ഈ ഒരു എർത്ത് ഹവർ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ യൂഷ്വലി ഇതെന്ന് പറയുന്ന ഒരു 1 hour ലൈറ്റ് ഔട്ട് ആണ്. ഈ വർഷം അത് ചെയ്തത് രാത്രി 8:30 തൊട്ട് 9:30 വരെയാണ് ആ ഒരു സംഭവം ചെയ്തത്. അപ്പം ഈ ഒരു സംഭവം ആരാ ഒബ്സർവ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. അപ്പൊ ഈ ഒരു സംഭവം ആക്ച്വലി ഓർഗനൈസ് ചെയ്യുന്നത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ആണ് ഈ ഒരു സംഭവം ഓർഗനൈസ് ചെയ്യുന്നത്. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ആണ് ഈ ഒരു സംഭവം ഓർഗനൈസ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് 2007 2007 നമ്മുടെ WWF വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തത് 2007 അന്ന് സിഡ്നിയുടെ കൂടെ ചേർന്നിട്ടാണ് ഇത് ആദ്യമായിട്ട് ഇത് ഒബ്സർവ് ചെയ്തത്. നെക്സ്റ്റ്,
യുണൈറ്റഡ് നേഷൻസിന്റെ 2021 കുറെ ഇമ്പോർട്ടന്റ് ഇതായിട്ട് ഒബ്സർവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കറണ്ട് അഫയറിൽ കണ്ടായിരുന്നു 2021 ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള കാര്യം. അപ്പൊ അത് കൂടാതെ വേറെയും കുറെ സംഭവങ്ങളുണ്ട്. അപ്പം അതെല്ലാം കൂടി ഞാൻ ഒന്ന് ഒരുമിച്ചാക്കിയിട്ടുണ്ട്. അപ്പം ഇത് അപ്കമിങ് എക്സാംസിൽ ചോദിക്കാൻ നല്ല ചാൻസസ് ഉണ്ട്, ഇതിൽ ഏതാണ് അല്ലെങ്കിൽ ഏതാണ് അല്ലാത്ത എന്നുള്ള രീതിയിൽ. അപ്പം 2021 എന്തൊക്കെയായിട്ട് ഒബ്സർവ് ചെയ്യാനാണ് യുണൈറ്റഡ് നേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ് ആയിട്ട് 2021 ഒബ്സർവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കൂടാതെ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്രിയേറ്റീവ് എക്കണോമി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നേരത്തെ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്ത സംഭവം ഇന്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഇന്റർനാഷണൽ ഇയർ ഫോർ ദ എലിമിനേഷൻ ഓഫ് ചൈൽഡ് ലേബർ ആയിട്ടും 2021 ആണ് ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ 4 ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഈ 4 കൂടി ഒരുമിച്ച് ഒരു സ്ലൈഡിലാക്കിയത്. അപ്പം ഇത് 4 പഠിച്ചു വെക്കുക. എസ്പെഷ്യലി അതിലെ ഫസ്റ്റും തേർഡും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, റീസെന്റ് ഒരു റയർ യെല്ലോ ടേർട്ടലിനെ റീസെന്റ് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് ഡിസ്കവർ ചെയ്തത്? ഇപ്പൊ റീസെന്റ് നമ്മുടെ ഒഡീസയിലാണ് ഈ ഒരു സംഭവം സ്പോട്ട് ചെയ്തത്. റയറസ്റ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ടേർട്ടൽ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. നമ്മുടെ ഒഡീസയിലാണ് ഈ ഒരു സംഭവത്തിനെ സ്പോട്ട് ചെയ്തത്. നെക്സ്റ്റ്, ഒരു 3 ഇമ്പോർട്ടന്റ് കറന്റ് അഫയേഴ്സ് കൂടിയാണ് ഇത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ICC വേൾഡ് കപ്പ് റീഷെഡ്യൂൾ ചെയ്തു റീസെന്റ്. അപ്പം അതിന്റെ ഒരു ഫൈനൽസ് ഏത് കൺട്രിയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്, ഏത് വർഷമാണ് നടക്കാൻ പോകുന്നത്? സോ അതിന്റെ ഫൈനൽസ് നടക്കാൻ പോകുന്നത് 2023 നടക്കാൻ പോകുന്നത്. ഇന്ത്യയെ വെച്ചാണ് അതിന്റെ ഫൈനൽസ് നടക്കാൻ പോകുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് സംഭവം എന്ന് പറയുന്നത് ഇപ്പൊ റീസെന്റ് ഒരു ന്യൂ ആൻഡ്രോയിഡ് മാൽവെയറിനെ ഡിസ്കവർ ചെയ്തു ഒരു മൊബൈൽ സെക്യൂരിറ്റി ഫേമായ ട്രത്ത് ഫാബ്രിക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. അപ്പം എന്താണ് ആ ന്യൂ ആൻഡ്രോയിഡ് മാൽവെയറിന്റെ നെയിം? ആക്ച്വലി ഈ ഒരു മാൽവെയർ നമ്മുടെ ഏകദേശം 337 ആൻഡ്രോയിഡ് ആപ്പിൽ നിന്ന് നമ്മുടെ ഡാറ്റ സ്റ്റീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ഡാറ്റ സ്റ്റീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ആൻഡ്രോയിഡ് മാൽവെയറിന്റെ നെയിം എന്ന് പറയുന്നത് ബ്ലാക്ക് റോക്ക് എന്നാണ് ആ ഒരു മാൽവെയറിന്റെ നെയിം. പിന്നെ മൂന്നാമതെന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ റീസെന്റ് ഏത് ബാങ്കിന്റെ കൂടെ ചേർന്നിട്ടാണ് നേഷൻ വൈഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ക്യാമ്പയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ആക്ച്വലി നമ്മുടെ COVID-19 അഗേൻസ്റ്റ് ഉള്ള ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യാനും ഫേസ് മാസ്കും സാനിറ്റൈസർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ ഒരു പ്രോഗ്രാമാണ്. അപ്പൊ നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രി ഏത് ബാങ്കിന്റെ കൂടെ ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത്? നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രി ഏത് സംഭവം ചെയ്യുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസത്തെ ജൂലൈ 22 നമ്മൾ ഓൾറെഡി ഇന്നലെ നോക്കിയ കറണ്ട് അഫയറിന്റെ വീഡിയോയിൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് കൂടി ഓടിച്ചു നോക്കാം. ഇന്ത്യസ് ഫസ്റ്റ് പബ്ലിക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പ്ലാസ ഇന്ത്യയിൽ എവിടെയാണ് കൊണ്ടുവന്നത്? സോ അത് കൊണ്ടുവന്നത് നമ്മൾ ന്യൂഡൽഹിയിലാണ് ഈ സംഭവം കൊണ്ടുവന്നത്. നെക്സ്റ്റ്, നമ്മുടെ യൂണിസെഫിന്റെ അണ്ടറിൽ വരുന്ന ഒരു സംഭവമാണ് യുവ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ്. ആ ഒരു ഇനിഷ്യേറ്റീവില് നമ്മൾ ഏകദേശം ഇന്ത്യയിലുള്ള 1 crore യൂത്ത് വോളണ്ടിയേഴ്സിനെ മൊബിലൈസ് ചെയ്യാൻ, അവരുടെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാനും അവർക്കൊരു ബെറ്റർ ജോബ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം. അപ്പൊ അത് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഏത് മിനിസ്ട്രിയുടെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്? അപ്പൊ യൂണിസെഫ് ഇത് ചെയ്യുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിന്റെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ എൻവയോൺമെന്റ് മിനിസ്ട്രി റീസെന്റ് ഏത് എക്കോ സെൻസിറ്റീവ് സോണിന്റെ സോണൽ മാസ്റ്റർ പ്ലാൻ ആണ് അപ്രൂവ് ചെയ്തത്? ഈ ഒരു കറണ്ട് അഫയർ നമ്മളിപ്പോ ലാസ്റ്റ് 2 ദിവസമായിട്ട് സംസാരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം അതെന്ന് പറയുന്നത് ഭാഗീരഥി എക്കോ സെൻസിറ്റീവ് സോണിന്റെ ആണ് ഇപ്പം മാസ്റ്റർ പ്ലാൻ അപ്രൂവ് ചെയ്തത്. അപ്പം ഈ ഒരു ഭാഗീരഥി റിവർ അല്ലെങ്കിൽ ഭാഗീരഥി എക്കോ സെൻസിറ്റീവ് സോൺ ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിക്കാം. അതേപോലെ ഭാഗീരഥി റിവർ ഏത് സ്റ്റേറ്റിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെയും മെഞ്ഞാന്നുമായിട്ടൊക്കെ കണ്ടതാണ്. അപ്പൊ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ്. നെക്സ്റ്റ്, ഇപ്പൊ റീസെന്റ് കസ്റ്റമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 കൊണ്ടുവന്നു. അപ്പൊ ഏത് ആക്ടിനെ, നേരത്തെ ഉണ്ടായിരുന്ന ഏത് ആക്ടിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് അത് കൊണ്ടുവന്നത്? സോ അതെന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒരു ആക്ട് കൊണ്ടുവന്നത്. ഇപ്പൊ ഈ ഒരു ആക്ടിൽ എന്തൊക്കെ പുതിയ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ സംസാരിച്ചായിരുന്നു. നെക്സ്റ്റ്, ഓക്കെ, രാജ്യസഭ സെക്രട്ടേറിയറ്റ് റീസെന്റ് ഏത് ആളുടെ പേരിലാണ് എംപ്ലോയീസ് വെൽഫെയർ സ്കീം സ്റ്റാർട്ട് ചെയ്തത്? അതെന്ന് പറയുന്നത് അരുൺ ജെയ്റ്റ്ലിയുടെ നെയിമിലാണ് ഈ ഒരു എംപ്ലോയീസ്, ആക്ച്വലി ഗ്രൂപ്പ് സി എംപ്ലോയീസ് വെൽഫെയർ സ്കീം സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ്,
ഓക്കെ, നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ഏത് മിനിസ്ട്രിയുടെ കൂടെ ചേർന്നിട്ടാണ് MOU സൈൻ ചെയ്തത് ഡാറ്റ ഷെയറിംഗിന് വേണ്ടി? സോ അത് ചെയ്തത് മിനിസ്ട്രി ഓഫ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു MOU സൈൻ ചെയ്തത്. നെക്സ്റ്റ്, റീസെന്റ് നമ്മുടെ ഇന്ത്യൻ നേവി നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന്റെ അടുത്തായിട്ട് ഒരു നേവൽ എക്സസൈസ് ചെയ്തായിരുന്നു. പാസേജ് എക്സസൈസ് ആണ് ഈ ഒരു സംഭവം. അപ്പം പാസെക്സ് എന്നാണ് ഇതിന്റെ ഒരു ഷോർട്ടായിട്ട് പറയുന്നത്. അപ്പൊ ഈ ഒരു സംഭവം ഏത് കൺട്രിയുമായിട്ട് കൂടെ ചേർന്നിട്ടാണ് ചെയ്തത്? ഈ ഒരു എക്സസൈസ് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നേവിയുടെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു എക്സസൈസ് കണ്ടക്ട് ചെയ്തത്. നെക്സ്റ്റ്, ബാക്ടീനോമസ് റക്സാസ എന്ന് പറയുന്ന ഒരു പുതിയ സ്പീഷീസിനെ റീസെന്റ് സിംഗപ്പൂർ റിസർച്ചേഴ്സ് നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ നിന്ന് കണ്ടുപിടിച്ചായിരുന്നു. അപ്പൊ ആ ഒരു സംഭവം എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? ആ ഒരു സംഭവം കോക്രോച്ച് ഓഫ് ദ സീ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ഈ ഒരു സംഭവം. കോക്രോച്ച് ഓഫ് ദ സീ ആയിട്ടാണ് ആ ഒരു സ്പീഷീസ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, നിമിറ്റ്സ് എന്ന് പറയുന്നത് ഏത് കൺട്രിയുടെ ലാർജസ്റ്റ് എയർക്രാഫ്റ്റ് കരിയർ ആണ്? അപ്പം നിമിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ കറണ്ട് അഫയറിൽ കണ്ടതാണ്. അതെന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നേവിയുടെ ലാർജസ്റ്റ് എയർക്രാഫ്റ്റ് കരിയർ ആണ് നിമിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ, ഒരു സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ. നമ്മുടെ ഇപ്പോഴത്തെ രാജ്യസഭയുടെ എക്സ് ഓഫീസോ ചെയർമാൻ അല്ലെങ്കിൽ രാജ്യസഭയുടെ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ്. രാജ്യസഭയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 2 ദിവസം മുമ്പുള്ള കറണ്ട് അഫയറിന്റെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പം രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വെങ്കയ്യ നായിഡു ആണ്. വെങ്കയ്യ നായിഡു ആണ് നമ്മുടെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ്. നെക്സ്റ്റ്, ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ലാസ്റ്റ് ഡേയിലെ അതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസത്തെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സും ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സിന്റെ ക്വിസും എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നാളത്തെ വീഡിയോയിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ക്വിസ് ആയിരിക്കും കാണുന്നത്. സോ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക് യു.